ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സഹാറ മരുഭൂമിയായിരുന്നില്ല. സഹാറ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മരുഭൂമിയും ചൂടുമാണ്. ദാഹം മൂലം ചത്തൊടുങ്ങുന്ന മനുഷ്യരും മൃഗങ്ങളുമാണ്. എന്നാൽ വളരെ പണ്ട്, ഏകദേശം 5000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. സഹാറ അക്കാലത്ത് മനോഹരവും ഫലഭൂയിഷ്ഠവുമായ പ്രദേശമായിരുന്നു. മരങ്ങളും പുല്ലുകളും അരുവികളും പക്ഷിമൃഗാദികളുമുള്ള ഒരു മടപ്രദേശമായിരുന്നു. കലയും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ സഹാറ ഒരു മരുഭൂപ്രദേശമായി മാറി. ഭീകരമായ ഈ മാറ്റത്തിന് കാരണം മനുഷ്യരും മൃഗങ്ങളും ആയിരുന്നുവോ? ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തെ ചൊല്ലി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. 33 ലക്ഷം ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന സഹാറ മരുഭൂമിയിൽ ഇപ്പോഴും അജ്ഞാതമായ സ്ഥലങ്ങളുണ്ട്. ഈ ആധുനിക യുഗത്തിലും മനുഷ്യർക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതികഠിനമായ ചൂടും ശൈത്യവുമാണ് ദുർഗമമായ ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. വെള്ളത്തിൻ്റെ അഭാവം മറ്റൊരു കാരണമാണ്. നിരന്തരമായ വരൾച്ച മൂലം തദ്ദേശവാസികൾ ജലലഭ്യതയ്ക്ക് വേണ്ടി പലപ്പോഴായി 20 ലക്ഷത്തോളം കിണറുകൾ കുഴിച്ചു. കൂടെ കിണറുകൾ കുഴിക്കുന്നത് ജലനിരപ്പ് ഗണ്യമായി താഴാനാണ് ഇടയാക്കിയത്. ആധുനിക ശാസ്ത്രരീതികൾക്കൊന്നും ഈ പ്രതിഭാസത്തെ തിരുത്താനായിട്ടില്ല. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാറ പച്ചപ്പും വളക്കൂറുമുള്ള നാടായിരുന്നു. നിഗ്രോ വംശജരാണ് അക്കാലത്ത് അവിടെ വസിച്ചിരുന്നത്. അവർ കരയിലെയും കടലിലെയും ജന്തുക്കളെ ധാരാളമായി വേട്ടയാടി. ഭൂശാസ്ത്രപരവും പുരാവസ്തു ഗവേഷണപരവുമായ കാര്യങ്ങൾ ഈ വസ്തുതകൾ വെളിപ്പെടുത്തുന്നുണ്ട്. തസ്രി എൻ അജൻറിൽ നിന്നും കണ്ടെടുത്ത ഗുഹയിലും പാറയിലുമുള്ള പെയിൻറ്റിങ്ങുകൾ മേലെപ്പറഞ്ഞ വസ്തുതകൾക്ക് നിദർശനമാണ്. മരുഭൂമി എന്ന നിലയിൽ സഹാറയെക്കുറിച്ച് ആദ്യ വിവരണം നൽകിയത് BC 430 ഹെറോഡോട്ടസ് ആയിരുന്നു. കഠിനമായ ചൂട്, ഉയർന്ന മണൽക്കൂനകൾ, ഉപ്പിൻ്റെ കുന്നുകൾ, ജലദൗർലഭ്യം, വിചിത്രാചാരങ്ങളുള്ള തദ്ദേശീയർ എന്നിവയായിരുന്നു ഈ മരുപ്രദേശത്തിൻ്റെ സവിശേഷതകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 2500 കൊല്ലം പിന്നിട്ടിട്ടും ഈ പ്രദേശത്തിൻ്റെ ചിത്രത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. സഹാറ മരുഭൂമിയായി തീർന്നത് ശാസ്ത്രജ്ഞർ പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവയിൽ പ്രധാനം കാലവർഷത്തിൻ്റെ അഭാവമാണ്. ചരിത്രാതീത കാലഘട്ടത്തിനു മുമ്പ് സഹാറയിൽ സമൃദ്ധമായി മഴ ലഭിച്ചിരുന്നതായി ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ BC 2000 ആണ്ടോടുകൂടി മഴ ക്രമേണ കുറഞ്ഞു വരാൻ തുടങ്ങി. അതിൻ്റെ കാരണം അജ്ഞാതമായിരുന്നു. മഴയും ബാഷ്പീകരണത്തിൻ്റെ തോതും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിൽ മാറ്റം വന്നു. അതിൻ്റെ ഫലമായി സൂര്യരശ്മികൾ ആഗിരണം ചെയ്യുന്ന ഈർപ്പം മേഘത്തിൽ നിന്നും കര വലിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. പ്രകൃതിക്ക് പുറമെ മനുഷ്യരും സഹാറയുടെ ദുരിതത്തിന് ഉത്തരവാദികളായിരുന്നു. മനുഷ്യർ കാടുകൾ വെട്ടിത്തെളിച്ച് കത്തിച്ച് മേച്ചിൽ സ്ഥലങ്ങളാക്കി മാറ്റി. വളർത്തുമൃഗങ്ങൾ സസ്യജാലങ്ങൾ തിന്ന് നശിപ്പിച്ചു. കാടുകൾ ശദ്വല പ്രദേശങ്ങളായി, പിന്നീടത് പുൽക്കാടുകളും ക്രമേണ മരുഭൂമിയുമായി മാറി. ഇപ്പോൾ സഹാറയിലെ നല്ല കാലത്തിൻ്റെ അവശിഷ്ടമായി നമ്മുടെ മുന്നിലുള്ളത് പെയിൻറ്റിങ്ങുകളും കരകൗശല വസ്തുക്കളുമാണ്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ഗവേഷകർ സഹാറയിൽ പ്രവേശിച്ചതോടെയാണ് ഈ മരുഭൂമിയുടെ മഹത്തായ
ഭൂതകാലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനിടയായത്. യൂറോപ്യൻ ഗവേഷകരിൽ പ്രമുഖനായ റെനി കൈരി ഫ്രഞ്ചുകാരനായിരുന്നു. തുടർന്ന് ഫ്രഞ്ചുകാർ സഹാറയിൽ കോളനി സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. അവർ അവിടെ സൈനിക താവളവും ട്രാൻസ് സഹാറ റെയിൽവേയും സ്ഥാപിച്ചു. അവർ തങ്ങളുടെ സൗകര്യത്തിനു വേണ്ടിയാണെങ്കിലും സഹാറയുടെ കൃത്യമായ ഒരു ഭൂപടം ഉണ്ടാക്കി. ഈ ഭൂപടമാണ് സഹാറയിലെ പുരാവസ്തു ഗവേഷകർക്ക് സഹായമായത്. അതനുസരിച്ച് സഹാറ കാലഘട്ടത്തെ പൂർവ ഒട്ടക കാലഘട്ടമെന്നും ഒട്ടകാനന്തര കാലഘട്ടമെന്നും രണ്ടായി വിഭജിച്ചു. 1956 നടത്തിയ ഗവേഷണം തസിൽ എൻ ഹജറിലെ പെയിൻറ്റിങ്ങുകൾ ചെയ്തത് നിഗ്രോ വംശജനാണെന്ന് വസ്തുത സ്ഥിരീകരിക്കുകയുണ്ടായി. ചില സ്ഥലങ്ങളിൽ നിന്നും പ്രാകൃത കരകൗശല വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. മനുഷ്യാസ്തിത്വത്തിൻ്റെ ആരംഭകാലത്തു തന്നെ മനുഷ്യർ അവിടെ വസിച്ചിരുന്നതായി കരകൗശല വസ്തുക്കൾ വെളിപ്പെടുത്തി. ഗവേഷണം രാഷ്ട്രീയ ചരിത്രവും വെളിച്ചത്ത് കൊണ്ടുവന്നു. ഗോത്രവർഗക്കാർക്കിടയിലെ കുടിപ്പകയും നിരന്തരമായ യുദ്ധവും ജനസംഖ്യ കുറയാനിടയായി. രാജ്യങ്ങൾ ശിഥിലീകൃതമായി. യുദ്ധത്തിനുള്ള കാരണങ്ങളിലൊന്ന് രൂക്ഷമായ വരൾച്ചയായിരുന്നു. 20-ാം നൂറ്റാണ്ടിലും വരൾച്ചയും ക്ഷാമവും തന്നെയായിരുന്നു സഹാറയെ നിരന്തരമായി അലട്ടിയിരുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങൾ. 1913 സഹാറയിലുണ്ടായ അതിഭീകരമായ ക്ഷാമത്തിൽ 10 ലക്ഷത്തിലധികം പേർ മരിച്ചു. ഭ്രാതൃഹത്യയും കൊലപാതകവും നാടെങ്ങും നടമാടി. 1972-74 മറ്റൊരു ദുരന്തം സഹാറയെ പിടികൂടി. ക്ഷാമവും പകർച്ചവ്യാധിയും അവിടെ ജനങ്ങളുടെ ജീവിതം ദുരിതമയമാക്കി. കൊള്ളയും കൊള്ളിവയ്പും നിത്യസംഭവമായി. വിശപ്പ് സഹിക്കാഞ്ഞ് ചിലർ സ്വന്തം മക്കളെ കൊന്നു തിന്നു. ഈ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചുവെന്നതിന് കണക്കില്ല. അന്തർദേശീയ സഹായമാണ് ദുരന്തത്തിൻ്റെ ഭീകരതയെ ഒട്ടൊന്ന് ശമിപ്പിച്ചത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സഹാറയിൽ അരങ്ങേറിയ വിനാശകരമായ ദുശ്ശീലം പിൻഗാമികൾ തുടർന്നുകൊണ്ടേയിരുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നു, ആഴം കൂടിയ കിണറുകൾ കുഴിക്കുന്നു. സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെങ്കിലും ശാസ്ത്രജ്ഞന്മാർ സഹാറയെ വീണ്ടും ഫലഭൂയിഷ്ഠമാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരുന്നുണ്ട്. സഹാറയിൽ കാലവർഷം ഇല്ലാതായതിൻ്റെ രഹസ്യമാണ് ശാസ്ത്രജ്ഞരെ വിസ്മയഭരിതമാക്കുന്നത്.